ഞാൻ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്പെഷ്യൽ സ്ഥലം കാണിച്ചു തരാൻ പോവാണേ. ആ സ്ഥലത്തേക്ക് പോകുന്ന തിരക്കിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ പോകുന്ന സ്ഥലത്തുള്ള കുറച്ച് കടകളും സ്ഥലങ്ങളും റോഡുകളും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് എത്തിയിട്ട് ആ സ്ഥലത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടെ എന്താണ് നമുക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നടക്കുന്ന വഴി ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലുള്ള ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പോലെ അല്ല, ഏകദേശം റെസിഡൻഷ്യൽ ഏരിയ തന്നെയൊക്കെയാണ്. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് ദേ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുണ്ടോ. ദേ ആ കാണുന്ന വീടാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സ്ഥലം. ഇനി നമുക്ക് ഈ വീടിന്റെ കഥ പറയാവേ. എന്ന് വെച്ചാൽ എനിക്കിവിടെ ബിടെക്കിന് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ കിട്ടിയ സമയത്ത് കോളേജിലെ ഹോസ്റ്റൽ അന്വേഷിച്ചു. കാരണം എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം എല്ലാ ദിവസവും പോയി വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഞാൻ അന്വേഷിച്ച സമയത്ത് തന്നെ കോളേജിന്റെ ഹോസ്റ്റലിൽ ഓൾറെഡി ഫിൽഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൊല്ലത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഹോസ്റ്റൽ വേണമെന്ന് പറഞ്ഞ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സാറ് ഞങ്ങൾക്ക് വേണ്ടി കോളേജിന്റെ അനുമതിയോടുകൂടി സംഘടിപ്പിച്ച് തന്നൊരു ഹോസ്റ്റലായിരുന്നു ഇത്. ആൻഡ് അവർ ഇതിനിട്ട പേര് ഹോസ്റ്റൽ അനക്സ് എന്നായിരുന്നു. നമ്മൾ അനക്സ് തന്നെയാണ് വിളിക്കുന്നതെങ്കിലും ആൻഡ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ഇയർ നമുക്ക് അവിടെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഫുള്ള് ഞങ്ങൾ അവിടെ തന്നെയാണ് ചെലവഴിച്ചത്. അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം കൊല്ലത്തുനിന്നും കോഴിക്കോട് നിന്നും 1-2 പേര്, അങ്ങനെയുള്ള ഒരു 30 പേര് മാത്രമാണ് നിന്നിരുന്നത്. അപ്പം ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അതൊരു വീട് തന്നെ ആയിരുന്നു. ജസ്റ്റ് പുറത്തു നിന്ന് കാണാമെന്ന് പറഞ്ഞു പോയി ഞങ്ങൾക്ക് അവിടെ അകത്ത് കയറാനും അവിടെ നിന്ന് കുറേ ഫോട്ടോസ് റീക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റി. കുറേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ 1-2 ഫോട്ടോസൊക്കെ എടുക്കാനും റീക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റി. കാരണം ഞങ്ങളുടെ പഴയ മെട്രോ തന്നെ അത് റീഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറാനൊക്കെ പറ്റി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. കാരണം ലാസ്റ്റ് ഡേ ആണെങ്കിൽ നമുക്ക് അവിടെ ഒട്ടൊന്നും പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ കുറേ അലമ്പത്തരൊക്കെ കാണിച്ച് അവിടെ ഫുൾ കറങ്ങി. അവിടെ നമ്മൾ ഓരോന്ന് എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ഓരോ കുറുമ്പത്തരമൊക്കെ കാണിച്ച സ്ഥലമാണ് കാണുന്നത്. അങ്ങനെ അവസാനത്തെ പിള്ളേർ കാണിക്കുന്നുണ്ടല്ലോ, ഇതുപോലെയായിരുന്നു അന്ന് ആ ഒരു പടമായിട്ട് തന്നെ നമ്മൾ എന്നും കോളേജ് ടു ഹോസ്റ്റൽ ടു കോളേജ് എന്നും നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇന്നത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളടാ. ഓക്കെ, ബൈ.